ആ കൂട്ടത്തിലെ കൊമ്പൻ എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ഉത്തരം കാണിച്ചു കൊടുക്കാനായിട്ടുള്ളത് ഇഷ്ടികയാണ്. നമുക്ക് ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് കട്ട ഇഷ്ടികയാണ്. ഇതിന്റെ മിക്സ് നല്ല ക്വാളിറ്റിയുള്ള ചെളിമണ്ണ്, അതായത് ഒരു കട്ട ഉൽപ്പാദിപ്പിച്ചാൽ ഏകദേശം ഒരു 25ാമത്തെ ദിവസം ഈ കട്ടയായിട്ട് വരുള്ളൂ. നമസ്കാരം. ഇന്നത്തെ വീഡിയോ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും പ്രയോജനപ്രദമാവുന്ന ഒന്നാണ്. ഒരുപാട് ആൾക്കാർ കാത്തിരിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും. എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ മലയാളത്തിൽ നമ്മുടെ കൺസ്ട്രക്ഷൻ വിഭാഗത്തിൽ ചെയ്യുന്ന ചാനലിൽ ആദ്യമായിട്ടായിരിക്കും ഇതിൻ്റെ വീഡിയോ വരിക. ഇഷ്ടിക, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇഷ്ടിക. വീട് നിർമ്മിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് കട്ട ഏതാണെന്ന് വെച്ചാൽ അതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ, അത് ഇഷ്ടികയാണ്. നമ്മൾ ഒരുപാട് കട്ടകൾ യൂസ് ചെയ്യാറുണ്ട്. അതിൽ സിമൻറ്റ് കട്ട യൂസ് ചെയ്യാറുണ്ട്, വെട്ടുകല്ല് യൂസ് ചെയ്യാറുണ്ട്. ഇതിലേക്ക് ഒരു കൊമ്പൻ എവിടെ എന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിക്കാനായിട്ടുള്ള ഒരേ ഒരു പേരാണ് ഏത്? ഇഷ്ടിക, അല്ലെങ്കിൽ വയർ കട്ട് ബ്രിക്സ്. ഞാൻ നിൽക്കുന്നത് ശ്രീ മുരുക വയർ കട്ട് ബ്രിക്സ്, അതിൻ്റെ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ അത് മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥലത്താണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. കൂടാതെ ഈ പ്രൊഡക്ഷൻ എങ്ങനെ ചെയ്യുന്നു, ഇതിന് എത്രമാത്രം സ്ട്രെങ്ത് എന്നതിനെക്കുറിച്ചൊക്കെ ആൾക്കാർക്ക് പലർക്കും സംശയമുണ്ട്. പക്ഷേ ഒരു കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല, ഏറ്റവും ബെസ്റ്റ് ഇന്ന് കേരളത്തിലല്ല ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും സ്ട്രെങ്ത് ഉള്ള കട്ട ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇഷ്ടിക തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കമേഴ്ഷ്യൽ ഇന്ത്യൻ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇതെടുക്കാനായിട്ടുള്ള റീസൺ കൂടിയുണ്ട്. നിങ്ങൾ രണ്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് മുന്നേ. നമ്മുടെ നിതീഷ്, സുഹൃത്തായ നിതീഷിന്റെ പോളോ ഇന്റീരിയേഴ്സ്, അദ്ദേഹത്തിന് പാർട്ണർഷിപ്പുള്ള ഒരു ഫേം കൂടിയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതുപോലെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കളവുണ്ട്, അവിടെ വന്നു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് കാണിക്കാൻ പറ്റും എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഒപ്പം ഉള്ളത് ചേട്ടാ. എന്തോ നമസ്കാരം. നമസ്കാരം. എത്ര വർഷത്തെ എക്സ്പീരിയൻസ്? 22 വർഷം. ഈ കള എനിക്ക് തോന്നുന്നു 30 വർഷത്തിന് മേലെയായി. അന്ന് തൊട്ട് എനിക്ക് അച്ചിൽ തുടങ്ങിയ കാലം തൊട്ട് നിലത്തുവെട്ടെന്ന് പറയാം. അന്നത്തെ കാലത്ത് നിലത്ത് കൈക്ക് ഉൽപ്പാദിപ്പിക്കുന്നത് ഇത് മിഷനറിയാണ്. ഇപ്പോ അതിന് മുമ്പ് കയ്യിൽ അച്ചിനകത്ത് കൈക്കട്ട. അപ്പൊ അന്ന് തൊട്ട് ഫീൽഡിലുണ്ട്. ഇത് എവിടെയാ കറക്റ്റ് സ്ഥലം? ഇത് മേവള്ളൂര്, കോട്ടയം ജില്ലയിലെ മേവള്ളൂർ. എനിക്ക് തോന്നുന്നു എവിടെയൊക്കെ നമ്മളിപ്പോ സപ്ലൈ കൊടുക്കുന്നുണ്ട്? നമ്മള് തിരുവല്ല, ചങ്ങനാശ്ശേരി, പന്തളം, ഓൾ കേരള കൊടുക്കാം. ഓൾ കേരള, തെക്കൻ ജില്ലകളാണ് കൂടുതൽ ഇതിന്റെ ഉപഭോക്താക്കൾ. എനിക്ക് തോന്നുന്നു നമുക്കിവിടെ പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്, മാർത്താണ്ഡത്തുനിന്ന് കട്ട ഇവിടെ ഇറങ്ങാറുണ്ട്. പലർക്കും പലയിടത്തും ഇഷ്ടിക എവിടെയൊക്കെ കിട്ടുന്നു എന്ന് പലർക്കും അറിയില്ല. കോൺട്രാക്ടേഴ്സിന് അറിയാമായിരിക്കും, പിന്നെ നിങ്ങളുടെ ഇവിടുന്ന് സ്ഥിരമായിട്ട് എടുക്കുന്ന ആൾക്കാർക്ക് അറിയാം. ബാക്കിയുള്ളവർക്ക് ഇതിനെക്കുറിച്ച് അവയർനെസ് പ്രശ്നം ഉണ്ടോ എന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ പലരും എൻ്റെ അടുത്ത് വിളിച്ചു വെച്ചിട്ടുണ്ട് എവിടെ ഇഷ്ടിക കിട്ടുന്നു. ഞാനും പറഞ്ഞു കൊടുത്തിട്ട് മാർത്താണ്ഡത്തുണ്ടാവും. അപ്പൊ അന്നേരമാണ് നിതീഷ് എൻ്റെ അടുത്ത് പറയുന്നത് ഇതുപോലെ നമുക്ക് ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ടെന്ന്. അതായത് കൈക്കട്ട തൊട്ട് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാ? ഇപ്പൊ നമ്മളിത് മിഷനല്ല വയർക്കട്ടാണ്. വയർക്കട്ട് എന്ന് പറയും. എനിക്ക് ഇപ്പം വയർക്കട്ടാണ് പൊതുവേ വരുന്നത്. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മെഷീൻ ഇപ്പൊ ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഫോട്ടോ എടുക്കുമ്പോൾ അതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് അന്നേരം നമുക്ക് കാണാം. എങ്ങനെയാണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത്, ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഇത് മാനുഫാക്ചർ ചെയ്യുക എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ചെളിയാണ് ഉപയോഗിക്കുന്നത്. ആ ചെളി പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റൂല നമുക്ക്. നമ്മൾ ഒരു വർഷം മുന്നേ ഇത് അഡ്വാൻസ് ആയിട്ട് ചെളി എടുത്ത് കൂട്ടിയിടും. ഉപയോഗത്തിന് ആവശ്യമായ ചെളി നമുക്കൊരു കണക്കുണ്ട്. അത് കൂട്ടിയിട്ട് ആ ഒരു വർഷക്കാലം അത് അവിടെ കിടന്ന് അതിന്റെ ആ ക്വാളിറ്റി രൂപാന്തരപ്പെടും. ആ ചെളി നമ്മൾ മാനുവലായിട്ട് കട്ട് ചെയ്ത് മമ്മട്ടിയും കൊട്ടയൊക്കെ ഉപയോഗിച്ച് കട്ട് ചെയ്ത് മെഷീന്റെ ബോക്സിൽ ഇട്ട് കൊടുക്കും. അത് അവിടുന്ന് മാനുവലായിട്ട് തന്നെ മെഷീനിലേക്ക് വലിച്ചിട്ട് കൊടുത്ത് രൂപാന്തരപ്പെട്ട് താഴ്ത്ത് വരുമ്പോൾ അത് കട്ട് ചെയ്ത് ചെറിയ വണ്ടികളിലായിട്ട് നമ്മുടെ ബെഡുകളിലേക്ക് പോയിട്ട് ആ ബെഡുകളിൽ അത് മൂടി വെച്ച് ഉണക്കി വീണ്ടും അത് രൂപാന്തരപ്പെടുത്തിയെടുത്ത് നമ്മൾ ചൂളയിലോട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ വയർ വെച്ച് കട്ട് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടും. അത് ആ മെഷീനിൽ നിങ്ങൾക്ക് അത് ബോധ്യപ്പെടും, കാണുമ്പോൾ ബോധ്യപ്പെടും. അങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ചോദിച്ചോട്ടെ, ഇതിന്റെ സൈസ് ഒക്കെ എത്രയാ വരിക? ഇതിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഈ നീളം 21.5 സെന്റിമീറ്റർ, ഇത് 10 സെന്റിമീറ്റർ. ശരി. ഇതിന്റെ ഈ കനം 6.5 സെന്റിമീറ്റർ. യൂണിഫോം ആണ്, എല്ലാത്തിനും ഒരുപോലെ. എല്ലാത്തിനും ഒരുപോലെയാണ്. ഇതിന് പ്രത്യേകത വെട്ടുകല്ലുമായിട്ട് പണിയുമ്പോൾ ഇത് ഓരായപ്പൊഴി എന്ന് പറയും. നമ്മൾ ഈ സിമെന്റ് വെട്ടുകല്ലിന്റെ മേലിൽ ഇത് പണിതാൽ അല്ലെങ്കിൽ ഭിത്തി കെട്ടുമ്പോൾ ഈ കട്ട തിരിച്ചു വെക്കുമ്പോൾ ഇതിനകത്ത് മെറ്റീരിയൽ ചാന്തിറങ്ങാനും അതാണ് അതിന്റെ 21.5 സെന്റിമീറ്റർ എന്നുള്ള ഉദ്ദേശം. അത് കൃത്യമായിട്ട് അത് വേണം. അതില്ലെങ്കിൽ ഓരായപ്പൊഴി ഇല്ലെങ്കിൽ ആ കട്ടയ്ക്ക് നമുക്ക് കിട്ടുമ്പോൾ അതിനകത്ത് സിമെന്റ് ഇറങ്ങി ചെല്ലാതെ വരും. ഇതില് ഞാൻ പറയായിരുന്നു, നമുക്ക് ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് കട്ട ഇഷ്ടികയാണ്. ചുടുകട്ടയാണ് ഏറ്റവും ചുടുകട്ട. അത് ഇതിന്റെ ഗുണങ്ങൾ ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8 മുകളിൽ 8-9 ന്യൂട്രൺ ഒക്കെ വരുന്ന ഒരു തരത്തിലും ടെൻഷൻ ഇല്ലാതെ പണിയാൻ പറ്റുന്ന ഇതിന്റെ മിക്സിങ് എന്തൊക്കെയാ? ഇതിന്റെ മിക്സ് നല്ല ക്വാളിറ്റിയുള്ള ചെളിമണ്ണാണ്. സാധാ മണ്ണ് പറ്റൂല, ചെളിമണ്ണ്. ഈ കളറിൽ എങ്ങനെയാ വരിക? ഇത് വേകുമ്പോ ഉണ്ടാകുന്ന കളറാണ്. ചുട്ടെടുക്കുക. ഇത്
സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പൊ സിമന്റ് കട്ടയാണെന്നുണ്ടെങ്കിൽ ബ്രിക്സ് മെഷീനിൽ ബ്രിക്ക് ചെയ്യുന്നുള്ളൂ, ചെയ്തെടുക്കുകയാണ്. ഇനി അതല്ല കംപ്രസ്ഡ് ബ്രിക്ക് വരുന്നുണ്ട്. ഇനി അതല്ല എനിക്ക് തോന്നുന്നു വെട്ടുകല്ലാണ് നാച്ചുറൽ ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിൽ വരുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ചുട്ടെടുക്കുന്നത് എനിക്ക് തോന്നുന്നു ഇതിന്റെ സ്ട്രെങ്ത് കൂടാനായിട്ടുള്ള റീസൺ അതുകൂടിയാണോ? അത് തന്നെ. അതല്ല, ഇത് മിഷനിൽ തന്നെ സിമെന്റ് കട്ട ബ്രിക്ക് ചെയ്യുമ്പോൾ തന്നെ ഹൈ പ്രഷർ കൊടുത്താൽ ഉത്പാദിപ്പിക്കുന്നത്. 4 ദിവസം അത് വെയിൽ കൊള്ളാതെ മൂടി വെച്ചിട്ട് വീണ്ടും നമ്മളത് 4-8 ദിവസം ഉണങ്ങുന്നവരെ ചെറിയ തോതിലുള്ള വെയിൽ കൊള്ളിച്ച് അതിനെ പാകാക്കി എടുക്കും. അപ്പൊ എത്ര ദിവസം എടുക്കും? അതായത് ഒരു കട്ട ഉത്പാദിപ്പിച്ചാൽ ഏകദേശം ഒരു 25ാമത്തെ ദിവസം ഈ കട്ടയായിട്ട് വരുള്ളൂ. 25 ദിവസം നിങ്ങൾ കൊടുക്കത്തുള്ളൂ? കൊടുക്കാറില്ല, ഈ രൂപത്തിലാകുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് വിൽക്കാപ്പോ വേണേലും വിൽക്കാം. 1 വർഷം 2 വർഷം ഇവിടെ ഇരുന്നാലും അവിടെ ഇരുന്നോളൂ, അതിന് കേടൊന്നും സംഭവിക്കില്ല. ഒരു കട്ട ചെയ്യുമ്പോഴത്തേക്കും പലപ്പോഴും അതിന്റെ ഒരു കമ്പാരിസൺ പലപ്പോഴും വരാറുണ്ട്. അത് ഞാൻ കമ്പയർ ചെയ്യുന്നത് ബാക്കിയുള്ള ഒന്നുമായിട്ട് ഞാനിത് കമ്പയർ ചെയ്യുന്നില്ല. വെട്ടുകല്ലുമായിട്ടൊരു കമ്പാരിസൺ നമുക്ക് കൊടുക്കാം. വെട്ടുകല്ലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ചാൽ വില മാത്രം കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെയാണ്? ക്വാളിറ്റി കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതിന്റെ കാരണം വെട്ടുകല്ലിന്റെ ക്വാളിറ്റി അല്ല ഇതിന്റെ ക്വാളിറ്റി. എത്ര കൂടുതലോ കുറവോ? കൂടുതലാണ്. ഇത് ഹൈ ക്വാളിറ്റി അല്ലേ, ഇരട്ടി മേളിൽ പറയാം. വെട്ടുകല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 40 രൂപ തോതിൽ നമുക്കൊരു വെട്ടുകല്ല് ഉപയോഗിക്കാൻ പറ്റും. ആ സ്ഥാനത്ത് ഇത് ഉപയോഗിക്കുമ്പോൾ ഒരു 56 രൂപ ഒരു വെട്ടുകല്ലിന്റെ അളവ് കണക്കാക്കി വരുമ്പോൾ വരും. പക്ഷെ ഒരു 25-50 ലക്ഷം രൂപയ്ക്ക് വീട് പണിയുന്ന ഒരാൾക്ക് ഏറ്റവും കൂടിയാൽ വെട്ടുകല്ല് ഇതും കൂടി കമ്പയർ ചെയ്താൽ ഒരു 1-1.5 ലക്ഷം രൂപയുടെ അധിക ചെലവ് വരുള്ളൂ. പക്ഷെ ലൈഫ് എന്ന് പറയുന്നത് വെട്ടുകല്ല് കൊണ്ട് പണിയുന്ന ഒരു വീടിന്റെ ആ സ്ട്രെങ്തും ലൈഫും 25 കൊല്ലമാണെങ്കിൽ 30 കൊല്ലമാണെങ്കിൽ ഇത് 40-50 കൊല്ലം മുമ്പോട്ട് പോകും. ബാക്കി സിമെന്റ്, മണല്, മെറ്റീരിയൽ എല്ലാത്തിന്റെ ഉപയോഗം ചെയ്യും. ഈ കട്ടയുടെ തമ്മിലുള്ള വിലയിൽ മാത്രം മാറ്റം ഇതിൽ വരുന്നത്, വ്യത്യാസം വരുന്നുള്ളൂ. ഒരു കാര്യം എടുത്തു പറയേണ്ടതാണ്, വെട്ടുകല്ല് പല സ്ഥലത്തു നിന്ന് വെട്ടുന്നതിന് പല ക്വാളിറ്റിയാണ്. കാര്യം ഇത് നാച്ചുറൽ ആണ്. ഇപ്പോ നമ്മുടെ ഇവിടെ എനിക്ക് തോന്നുന്നു നമ്മുടെ പട്ടിമറ്റത്ത് വെട്ടുന്ന വെട്ടുകല്ലിന്റെ കനവോ ക്വാളിറ്റി ഒന്നും ആവില്ല അടുത്ത സ്ഥലത്ത്. ഇതൊന്നുമല്ല, കണ്ണൂരും കാസർഗോഡും അതിനും ക്വാളിറ്റിയുള്ള പറ്റും. അതൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്ക് എനിക്ക് 100 രൂപയോളം ഭയങ്കര റേറ്റ് ആണ് വരിക. അങ്ങനെയുള്ളത് ഇതൊരു യൂണിഫോം സ്ട്രെങ്ത് കൊടുത്ത്, യൂണിഫോം തിക്നെസ് കൊടുത്ത്, യൂണിഫോം പ്രൊഡക്റ്റ് മെറ്റീരിയൽ കൊടുത്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കട്ടയ്ക്കും പ്രശ്നം വരുന്നില്ല. ഞങ്ങൾ ക്വാളിറ്റി പറയുന്നുണ്ട്. ഞങ്ങളുടെ വണ്ടി ഈ സാധനം ലോഡ് കയറ്റി വിട്ടാൽ ടിപ്പറേന്ന് കുത്തുക, ഇറക്കി വെക്കുമല്ല, കൈക്കിറക്കുമല്ല, കുത്തിക്കോളാ ഞങ്ങൾ പറയുന്നത്. കുത്തിയാണ് അവര് ഉപയോഗിക്കുന്നത് പല സൈറ്റുകളും. അതായത് മൂടിലെ പൊട്ടുക അങ്ങനെയുള്ള പ്രശ്നം, അങ്ങനത്തെ ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായ പരാതി ഉണ്ടായിട്ടില്ല നമുക്ക്. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും പലരും എനിക്ക് ഓർമ്മയുണ്ട് നമ്മുടെ നാട്ടില് ലാറി ബേക്കർ ആർക്കിടെക്ട് ലാറി ബേക്കർ നിർമ്മിതിയുള്ള വീടുകൾ ചെയ്ത സമയത്ത് ഈ ഒറ്റ പ്രോഡക്റ്റ് ആയിരുന്നു. ഈ ഒറ്റ പ്രോഡക്റ്റ് അന്ന് തേക്കില്ല. അതെ, തേക്കില്ല. ഇനി ഇതൊന്നും വേണ്ട. ബൈബിളിൽ പറയുന്നുണ്ട് 2000 വർഷം മുമ്പ് ബാബേൽ കോട്ട നിർമ്മിച്ചത് ഇഷ്ടിക കൊണ്ടാണ്. അതെനിക്കറിയില്ല, അങ്ങനെ ഒരു സംഗതി ഉണ്ടല്ലോ. 2000 വർഷം മുമ്പ് ഇതിന്റെ നിർമ്മാണത്തെ ഉപയോഗത്തെ പറ്റി ബൈബിൾ പറയുന്നുണ്ട് പല ഭാഗങ്ങളും. ഇതിനകത്ത് നമ്മൾ മറ്റൊരു കട്ടയെ മോശമായിട്ട് പറയുകയോ പൈസ ഇത്രയാണെന്ന് അതിനെ നിസ്സാരവൽക്കരിക്കുകയോ അല്ല ചെയ്യുന്നത്. ആ ഒരു കൊടുക്കുന്ന പ്രൊഡക്റ്റിന് അതിന് കൃത്യമായിട്ടുള്ള ക്വാളിറ്റി നമുക്ക് വർഷങ്ങൾ നീണ്ടു കിട്ടുന്നു എന്നുള്ളതാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വിചാരിക്കുന്നു, അല്ലെ? ഇനി നമ്മളിപ്പോ എനിക്കൊന്ന് 30 വർഷം കഴിഞ്ഞു. ഒരു കട്ട നമുക്ക് ഒരു ദിവസം ഇത്ര എണ്ണം നിർമ്മിക്കാം, അങ്ങനെ ഒരു പ്രൊഡക്ഷൻ സംവിധാനം അതൊക്കെ ഉണ്ടോ? ഇത് സീസണൽ പ്രൊഡക്ഷൻ. അതായത് ഒരു ഡിസംബർ മുതൽ മാർച്ച് വരെ 4 മാസം ഇത് നിർമ്മിക്കുന്നുള്ളൂ. അതിന്റെ കാരണം നല്ല വെയിലുള്ളപ്പോ മഴ പറ്റൂല. മഴ പച്ച മണ്ണല്ലേ അടിക്കുന്നത് നമ്മള്. മഴ നനഞ്ഞാൽ ഇത് അലിത്തു പോകും വേകുന്നതിന് മുമ്പ്. അപ്പൊ സീസണൽ പ്രൊഡക്ഷൻ ഞാൻ 3 മാസം ഇത് ഉണ്ടാക്കി വെച്ച് പിന്നെ നമ്മൾ അത് സൂക്ഷിച്ചു വെക്കുവാണ്. വേവിച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. അപ്പൊ നമുക്ക് മഴ സമയത്ത് ഇത് കൊടുക്കാനായിട്ടുള്ള സാധനം നമ്മുടെ ഈ സ്റ്റോക്ക് ഉണ്ട്. നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. നമ്മൾ മഴക്കാലത്താണ് ഇതിന്റെ സെയിൽ. നമ്മളിപ്പോ ഉത്പാദനത്തിനാണ് മുൻതൂക്കം കൊടുക്കണേ. വിപണനത്തിന് മുൻതൂക്കം കൊടുക്കുന്നത് ഏതാണ്ട് ഏപ്രിൽ മെയ് തൊട്ടുള്ള മാസങ്ങളിലാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ആൾക്കാർ വീട് വെക്കാൻ തുടങ്ങുന്ന വിഷു അത് മുൻപേ ആവശ്യക്കാരൻ നമ്മളോട് മുമ്പേ അഡ്വാൻസ് ആയിട്ട് ഫോണിൽ കൂടി ആവശ്യപ്പെടും. ഇന്ന മാസം എനിക്ക് ഇത്ര ലക്ഷം കട്ട വേണം, ഇത്ര 1000 കട്ട വേണം, പെരവണി ഞാൻ തുടങ്ങുവാണ്, തരാമോ എന്ന് ചോദിക്കും. അങ്ങനെ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ അവന് ഒക്കെ ഉറപ്പ് കൊടുക്കും. അവർക്ക് ആ സമയബന്ധിതമായിട്ട് ആ സാധനം എത്തിച്ചും കൊടുക്കും. അതായത് നിങ്ങൾ ഈ കാണുന്ന കസ്റ്റമറും ഇങ്ങനെ തന്നെ ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ആ വീടിന് എത്ര കട്ട വേണോ അത് മുൻകൂട്ടി നിങ്ങളെടുത്ത് പറഞ്ഞാൽ നിങ്ങൾക്കത് സേഫ് ആയിട്ട് വർക്ക് ചെയ്ത് പ്രൊഡക്റ്റ് ചെയ്ത് ഇവിടെ വെക്കാം. അല്ല, ഇവിടെ വെച്ചിരിക്കും. നമ്മുടെ സാധനം എപ്പോഴും സ്റ്റോക്ക് ഉണ്ട്. പക്ഷേ ആളുകൾക്ക് അത് സമയബന്ധിതമായിട്ട് എത്തിച്ചു കൊടുക്കുകയും വേണം. അതെവിടെ നമുക്ക് എത്തിച്ചു കൊടുക്കാം. ചേട്ടാ, ഞാൻ ഇന്നത്തെ ഒരു വിലഭാഗോട് അറിയാനായിട്ട് ചോദിക്കുകയാണ്. ഇപ്പോ ഇന്നത്തെ ഡേറ്റ് കൂടി ഞാൻ പറയാം. 15-ാം തീയതിയാണ് ഫെബ്രുവരി, അതായത് 15/2/2024. ഇന്നത്തെ ദിവസം വെച്ചിട്ട് എത്ര രൂപയുണ്ട് ഒരു കട്ടയ്ക്ക്? ഇതല്ലേ നമ്മുടെ കട്ട? ഇതാണ് നമ്മുടെ കട്ട. പക്ഷേ ഇത് ഇന്നത്തെ മാർക്കറ്റ് വില എന്ന് പറഞ്ഞാൽ 8 രൂപ 50 പൈസയാണ്. ഇന്ന് വിൽക്കുന്ന വില 8 രൂപ 50 പൈസയാണ്. ഇപ്പോൾ സീസൺ സ്റ്റാർട്ടിംഗ് ആണ്. ഇനി ഇത് ഉത്പാദനം എല്ലാം കഴിഞ്ഞ് അൺസീസണിലേക്ക് പോകുമ്പോൾ ഇതിന്റെ വില നേരിയ തോതിലെങ്കിൽ ഉയരുമല്ലാതെ താഴത്തില്ല. ഓക്കെ. അതില് ഇപ്പോ നമ്മുടെ ഒരു വീട് ചെയ്യുന്ന ആൾക്കാർക്ക്
കണ്ണും പൂട്ടി എടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ്. അല്ല, നമ്മൾ അവരോട് ഉത്തരവാദിത്തം പറഞ്ഞാൽ കൊടുക്കുന്നത്. അവർക്ക് ഒരു ദിവസം 50,000 കട്ട 40,000 കട്ട കൊണ്ടുപോകുമല്ല അവർ. ആദ്യം ഒരു ലോഡ് 5,000 കട്ട കൊണ്ടുപോകുന്നു, അത് അവർ ഉപയോഗിക്കുന്നു, പുറകെ വീണ്ടും 5,000 കൊടുക്കുന്നു, അങ്ങനെ. അപ്പൊ അവർക്ക് നമ്മുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടെങ്കിലോ മോശം ഉണ്ടെങ്കിലോ അവർക്കത് നമ്മളെ ബോധിപ്പിക്കാനുള്ള സമയമുണ്ട്. ഇതിന് ഞാൻ ഈ കട്ട കാണുമ്പോഴേ ഞാൻ ഇതിന്റെ മുൻഗാമിയെ കണ്ടിട്ടുണ്ട്. ഇതിന് മുൻപ് ചെയ്ത അതൊരു വീട് പൊളിച്ച സമയത്താണ് അത് കണ്ടിരിക്കുന്നത്. പക്ഷെ അന്ന് ഞാൻ കണ്ടപ്പോഴത്തേക്ക് ഇതിന് കുറച്ചുകൂടെ ഒരു പതിഞ്ഞിട്ട് രൂപമാറ്റം ഉണ്ടായിരുന്നു. ഞാൻ ഇഷ്ടികയാണോന്നൊന്ന് ചോദിച്ചിട്ടുണ്ട്. അതെന്താ? അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് മോൾഡിംഗ് മെഷീനിലാണ് ചെയ്യുന്നത്. അന്ന് ചെയ്യുന്നത് അങ്ങനെയല്ല. നമ്മൾ പണ്ട് കാലത്ത് മണ്ണിഷ്ടി ഉണ്ടാക്കൂല നമ്മുടെ വീട് പണിയാൻ. പെട്ടി ഉണ്ടാക്കിയിട്ട് അച്ചുണ്ടാക്കി മരപ്പെട്ടി ഉണ്ടാക്കിയിട്ട് അതിൽ ചെളി വാരിയിട്ട് തേച്ചിട്ട് അത് ഊരിയെടുത്ത് അത് കൈ കൊണ്ടുപോയി വെയിലിൽ വെച്ച് ഉണങ്ങിയാണ് അത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ അതിന് ആ മാനുവൽ ആയിട്ടാണ് ഈ രൂപാന്തരപ്പെടുത്തിക്കൊണ്ട്. ഇത് മെഷീനറി ഉപയോഗിച്ച രൂപാന്തരപ്പെടുന്നത്. ആ വ്യത്യാസമാണ് അതിന്റെ ആ ഷേപ്പ് ക്വാളിറ്റി ഒരേ കണക്കാണ്. എല്ലാം ഇച്ചിരി 15 നീണ്ടുമൊക്കെ ഇരിക്കും. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് ഏതാണ്ട് എല്ലാം ഒരേ ഷേപ്പിൽ. അത് നിങ്ങൾക്ക് പിന്നീട് ബോധ്യമാവും മിഷത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങി വരുന്നതാണ്. ഇപ്പൊ ഇഷ്ടികയെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഏറ്റവും വലിയ ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ പലപ്പോഴും ആൾക്കാർ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഇതിന്റെ അവൈലബിലിറ്റിയാണ്. അതായത് എവിടെ കിട്ടുന്നു എന്ന് പലർക്കും അറിയത്തില്ല. എന്റെ അടുത്ത് തന്നെ ഞാൻ പറഞ്ഞില്ല, ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ക്വാളിറ്റിയെ കുറിച്ച് ആർക്കും ഒരു സംശയമില്ല. അത്രയും ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. നമുക്കിത് എവിടെയൊക്കെ സപ്ലൈ പോകുന്നുണ്ട്? ഇപ്പൊ നമ്മൾ അത്യാവശ്യം കോട്ടയം, എറണാകുളം, ആലപ്പുഴ, പത്തനംതിട്ട ഈ 4 ജില്ലകളിലേക്കാണ് നമ്മുടെ പോകുന്നത്. ബാക്കി ദൂരം ഡിസ്റ്റൻസ് കൂടുന്തോറും വില കണ്ടപ്പോൾ കട്ടയുടെ വിലയല്ല, അതിന്റെ ട്രാവലിംഗ് എക്സ്പെൻസും മറ്റു കൂടുമ്പോൾ ആളുകൾക്ക് താങ്ങാൻ പറ്റാതെ വരും. ശരിക്കും നമ്മൾ ഇത്ര ഏരിയയിലാണ് ചെയ്യുന്നത്. ഒരു പ്രോഡക്റ്റ്, ആ പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞ് ഫലിപ്പിക്കലൊന്നും ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് ഒരു സാധാരണക്കാരന്, ഒരു വീട് വെക്കുന്ന ഒരാൾക്ക് വ്യക്തമായിട്ട് അറിയുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഇഷ്ടിക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് ഒരു 22 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള, അതായത് ഈ ഒരു പ്രസ്ഥാനത്തെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 30 വർഷത്തിലെ എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്രസ്ഥാനം അവിടെ വന്നിങ്ങനെ ചെയ്യാൻ പറ്റിയതിന്, റീച്ചനെ കാണാൻ പറ്റിയതിൽ താങ്ക് യു സോ മച്ച്. പലരും പറഞ്ഞു പോകുന്ന പല കാര്യങ്ങളുണ്ട്. ഈ പറഞ്ഞു പോകുന്ന പല കാര്യങ്ങളിൽ എത്രമാത്രം ഓതന്റിക് ആണ് എന്നുള്ളത് നമ്മൾ പലപ്പോഴും സംശയിക്കാറുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരുപാട് കട്ടകൾ നമ്മുടെ നാട്ടിൽ പുതുതായിട്ടും പഴയതായിട്ടുള്ള ഒരുപാട് കട്ടകൾ, നിങ്ങൾ ഇപ്പോൾ വീട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരുപാട് കട്ടകൾ അവൈലബിൾ ആണ്. പക്ഷേ ആ കൂട്ടത്തിലെ കൊമ്പൻ എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ഉത്തരം കാണിച്ചു കൊടുക്കാനായിട്ടുള്ളത് ഇഷ്ടികയാണ്. ഇവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം. അപ്പോൾ വീണ്ടും കാണാൻ പറ്റുന്ന മികച്ച വീഡിയോ അതൊരിക്കും. അജയ് ശങ്കർ സൈനിങ് ഓഫ്, ഡോക്ടർ എൻജിനിയർ.